ഒരു മീൻ കുത്തിയതിനു ശേഷം കണ്ണൂർ സ്വദേശിയുടെ കൈ മുറിച്ചു മാറ്റിയ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ന്യൂസ് നമ്മൾ എല്ലാവരും ഇന്നലെ ചാനലുകളിൽ കണ്ടതാണ്. ഈ ന്യൂസ് വന്നതിന് ശേഷം ചിലർ ഇത് മീനിലൂടെ പകർന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും മീനിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ല ഇത്. മറിച്ച് ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയയിൽ നിന്ന് വന്ന ഇൻഫെക്ഷൻ ആണ് ഇതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഈ ബാക്ടീരിയകൾ സാധാരണ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലും ചെളിയിലും അതുപോലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലുകളിൽ വരെ കാണപ്പെടാറുണ്ട്. ഈ ബാക്ടീരിയ ചിലപ്പോൾ ആ പേഷ്യന്റിനെ കുത്തി മീനിന്റെ മുള്ളിൽ പറ്റിപ്പിടിച്ച ചെളിയിൽ ഉണ്ടായേക്കാം. അതുകൊണ്ടാവാൻ ചിലപ്പോൾ മീൻ ആഴത്തിൽ അയാളുടെ ശരീരത്തിൽ കുത്തിയപ്പോൾ ഈ ബാക്ടീരിയ അയാളുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയത്. അതല്ലെങ്കിൽ മുറിവുള്ള കൈ ചെളിയിലാകുമ്പോൾ തന്നെ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മസിൽസിനെയും അതുപോലെ രക്തക്കുഴലിനെയും എല്ലാം നശിപ്പിച്ച് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുന്ന ഡേഞ്ചറസ് കണ്ടീഷനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ആ ചെറുപ്പക്കാരനെയും ഇതുപോലെ ഗ്യാസ് ഗാംഗ്രീൻ ആണ് വന്നതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ചിലപ്പോൾ ഇതാവാം ആ ചെറുപ്പക്കാരന്റെ കൈ മുറിച്ചു മാറ്റാനുണ്ടായ സാഹചര്യം. അല്ലാതെ ഇത് മീനിൽ നിന്ന് പകരുന്ന ബാക്ടീരിയ അല്ല എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.